ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എൻ്റെ ഈ വീഡിയോസിലായിട്ട് നിങ്ങൾ കാണാൻ പോകുന്നത് ലോങ് ഹെയറിനും ഹെൽത്തി ഹെയറിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ്. അപ്പം ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എൻ്റെ ഈ വീഡിയോസിലേക്കായിട്ട് നിങ്ങൾ കാണാൻ പോകുന്നത് ലോങ് ആൻഡ് ഹെൽത്തി ഹെയറിനായിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിരിക്കും. അതും നാച്ചുറലി നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാമെന്നുള്ളതായിരിക്കും. പുറത്തും ഹോസ്റ്റലൊക്കെ ആയിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ഈയിടെയായിട്ട് കുറേ ഷാമ്പൂ, കണ്ടീഷണർ അങ്ങനെയൊക്കെ യൂസ് ചെയ്ത് അവരുടെ ഹെയർ ഭയങ്കര ഫ്രിസി, ഭയങ്കര ഡാമേജ്ഡ് ഒക്കെ ആയിട്ടുള്ള ഈ സമയത്ത് നമുക്ക് നാച്ചുറലി എങ്ങനെ ഇതൊക്കെ ഹെൽത്തി ആയിട്ടുള്ള ലോങ് ഹെയർ നമുക്ക് കിട്ടും എന്നുള്ളതിനെ പറ്റിയുള്ള വീഡിയോസ് ആയിരിക്കും ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നിങ്ങളുടെ ഒരാൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ നമുക്കതൊരു ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പം പുതിയ പുതിയ ആൾക്കാർ കാണുന്നതെന്നൊക്കെ അറിയുമ്പോൾ നമുക്ക് പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ടാണെങ്കിലും ഒക്കെ ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ, യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെയറിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിലോ, താരൻ, മുടി കൊഴിച്ചിൽ, അങ്ങനെ എന്താണ് നിങ്ങളുടെ പ്രശ്നം അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതാകുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ചുള്ള ഒരു ടിപ്സായിട്ട് പുതിയ വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റും. അപ്പം ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ വീഡിയോയിൽ കാണാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉലുവ കൊണ്ട് നമുക്ക് എങ്ങനെ നമ്മുടെ മുടി കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് നമുക്ക് ആക്കാമെന്നുള്ളതായിരിക്കും. അപ്പോൾ നമ്മളിതിന് ചെയ്യുന്നത് തലേദിവസത്തെ കഞ്ഞിവെള്ളത്തിൽ കുതിർത്ത് വെച്ച ഉലുവ അരച്ചെടുത്ത്. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഉലുവ കുതിർത്ത് വെക്കണം. അപ്പം തലേദിവസം തന്നെ കുതിർത്ത് വെച്ചിട്ട് പിറ്റത്തെ ദിവസത്തെയായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം ഞാനിവിടെ ഇച്ചിരി കൂടുതൽ ഉലുവ ഉപയോഗിക്കുന്നുണ്ട്, കാരണം മമ്മിക്കും കൂടെ തലയിൽ തേക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പം ഞാൻ കുറച്ച് ഏറെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ മുടിയുള്ളത്, എത്ര പേർക്കാണോ ഉപയോഗിക്കേണ്ടത് അതനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. അതോടൊപ്പം തന്നെ ഞാൻ വെള്ളത്തിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന കഞ്ഞിവെള്ളമാണ്. എല്ലാവരുടെയും വീട്ടിലുണ്ടാവും, അപ്പോൾ കഞ്ഞിവെള്ളം തന്നെ എടുക്കുക. കഞ്ഞിവെള്ളം കിട്ടുന്നില്ല ഹോസ്റ്റലിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വെള്ളം തന്നെ ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ 2 തവി പഴയ കഞ്ഞിവെള്ളമാണ് കേട്ടോ. പഴയ കഞ്ഞിവെള്ളവും പിന്നെ കുറച്ച് ഉലുവയും കൂടി എടുത്ത് ഇളക്കി നമ്മളത് മൂടി വയ്ക്കും. മൂടി വെച്ച് കഴിഞ്ഞ് പിറ്റത്തെ ദിവസമായിരിക്കും നമ്മളത് എടുക്കുക. നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ചെയ്യുന്നത്, നമ്മൾ 2 സ്പൂൺ വെള്ളമാണ് കഞ്ഞിവെള്ളമായിട്ടിരുന്നു നമ്മൾ ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. അത് 2 സ്പൂൺ വെള്ളവും കൂടി ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്, കാരണം നല്ല കട്ടിയായിട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് അത് മിക്സിയിലിട്ട് അടിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലിട്ട് അടിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കഞ്ഞിവെള്ളം 2 തവി വെള്ളം ഒഴിക്കാം, ഈക്വൽ എമൗണ്ടുള്ള വെള്ളം. അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. നമ്മൾ വെള്ളം ഒഴിച്ച് അപ്പോൾ നമ്മളിത് തേക്കുന്നതിന് മുന്നേ, ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി വന്നേക്കുന്നത്. അപ്പോൾ നമ്മളിത് തേക്കുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്ന ഒന്നുണ്ട്. ആദ്യം നമ്മൾ ഹെയർ ഓയിൽ ചെയ്യണം. മുടിയിൽ എണ്ണ തേച്ചിട്ട് വേണം നമ്മളിത് അപ്ലൈ ചെയ്യാൻ. അപ്പം നമുക്ക് മുടിയിൽ എണ്ണ തേക്കാം. ഞാൻ ഉപയോഗിക്കുന്ന എണ്ണ ഇതാണ്. ഇത് ഞാൻ കുറച്ചാണ് എടുത്ത് വെച്ചേക്കുന്നത്, കാരണം ഇത് മഴക്കാലമായതുകൊണ്ട് അപ്പോൾ ഇത് ഉപയോഗിക്കുന്നതിന് മുന്നേ നമ്മൾ എണ്ണ തേക്കണം. വെളിച്ചെണ്ണ ഉള്ളവർക്ക് അത് തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഏത് വെളിച്ചെണ്ണയാണെങ്കിലും, പാരച്യൂട്ട് അല്ലെങ്കിൽ വീട്ടിലാട്ടുന്ന എണ്ണ, കടയിൽ നിന്ന് മേടിക്കുന്ന ഏത് എണ്ണയാണെങ്കിലും വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് മുടിക്ക്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഉപയോഗിക്കുന്നത് ഇവിടെ വീട്ടിലുണ്ടാക്കുന്ന എണ്ണയാണ്. കാരണം ഹോസ്റ്റലിലൊക്കെ, ഞാൻ മംഗലാപുരത്ത് ഹോസ്റ്റലിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് നന്നായിട്ട് മുടി കൊഴിച്ചിലുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരുപാട് മുടി കൊഴിയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് മമ്മി ഉണ്ടാക്കി തന്ന എണ്ണയാണ്. നമ്മളിത് കാച്ചിയ എണ്ണയൊന്നുമില്ല, വേറെ രീതിയിൽ ചൂടാക്കി എടുക്കുന്ന എണ്ണയാണ്. അപ്പം ഞാൻ കുറച്ചാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്, കാരണം മഴക്കാലം ആയതുകൊണ്ട് നമുക്കത് കുറച്ച് ഇലകളൊക്കെ ഇട്ടിട്ട് ഉണക്കി വേണം അത് ഉണ്ടാക്കാം. അപ്പം മഴക്കാലമൊക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ച് വേണം ഉപയോഗിക്കും, കാരണം അത് പെട്ടെന്ന് തീർന്നു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേനലാവണം അത് ഉണ്ടാക്കണമെങ്കിൽ. അതുകൊണ്ട് ആ എണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഹെയർ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻസിൽ പറയാം. അപ്പോൾ അതിനുള്ള ടിപ്സായിട്ട് ഞാൻ വരും. അപ്പോൾ അതുവരെയും ബൈ ബൈ.